ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്നത് യേശുനാഥൻ്റെ അത്ഭുത പ്രവൃത്തികളെ പറ്റിയിട്ട് കേട്ടറിഞ്ഞ ഒത്തിരിയേറെ മനുഷ്യർ യേശുവിൻ്റെ പക്കലേക്ക് ഓടിയെത്തുന്നതാണ്. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ യൂദയായിൽ നിന്നുള്ള മനുഷ്യരുണ്ട്, ജെറുസലേമിൽ നിന്നുള്ള മനുഷ്യരുണ്ട്, ടയർ, സീദോൻ, ഇദൂമിയ, ഇങ്ങനെ ആ മേഖലയിലുള്ള പലതരത്തിലുള്ള മനുഷ്യർ യേശുവിൻ്റെ അടുത്തിലേക്ക് ഓടിയെത്തുകയാണ്. ഇവരിൽ യഹൂദർ മാത്രം അല്ല. നമുക്ക് ഈ ടയർ, സീദോൻ, ഇദൂമിയ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ അതൊരു വിജാതീയ പ്രദേശമാണെന്ന് നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് യേശുനാഥനെ അന്വേഷിച്ച് യേശുനാഥനെ കാണാനായിട്ട് വന്ന മനുഷ്യരിൽ യഹൂദരായ മനുഷ്യരുണ്ട്, അതോടൊപ്പം തന്നെ വിജാതിരായ മനുഷ്യരുണ്ട്, മറ്റ് പല തലത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. എന്നിരുന്നാൽ യേശുനാഥന് ഇവരോടൊന്നും ഒരു അവഗണന കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈശോയുടെ അടുക്കിലേക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ലോകസൗഖ്യം ലഭിക്കുകയാണ്. ഈശോയെ കാണാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തിലേക്ക് വരുന്ന എല്ലാവർക്കും യേശുനാഥൻ സൗഖ്യമായിട്ട് മാറുകയാണ്. യേശുനാഥൻ്റെ മുമ്പിലേക്ക് കടന്നു വരാനും ഈശോയെ സ്പർശിക്കാനുമൊക്കെ യേശുനാഥൻ ഒരിക്കൽ തടസ്സം നിൽക്കുന്നില്ല. നേരെ മറിച്ച് അവരെ എല്ലാവരെയും യേശുനാഥൻ അകമഴിഞ്ഞ് സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യേശുനാഥൻ്റെ അടുക്കിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് ഈശോയെ ഒന്ന് കാണണം, അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിജീവിതത്തിൽ ഒരു സൗഖ്യമായിട്ട് യേശുനാഥൻ അനുഭവപ്പെടണം. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ മനുഷ്യർ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ്റെ ശാരീരികമായ പ്രശ്നങ്ങളെ ഒന്നും അവർ വകവയ്ക്കുന്നില്ല. യേശുനാഥൻ ഇവിടെ പറയുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഒരു വഞ്ചി തയ്യാറാക്കാനായിട്ട്. കാരണം ഇവരെ തിക്കിത്തിരക്കുന്നതിൻ്റെ ഇടയിൽ യേശുനാഥൻ ഞെരുക്കപ്പെടാനും ഒരു ശാരീരികമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് യേശുനാഥൻ അപ്രകാരം പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യേശുനാഥിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കണം. അത് ശാരീരികമായിട്ടുള്ള ഒരു സൗഖ്യമായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ വിടുതലായിരിക്കണം, അല്ലെങ്കിൽ ചില മനുഷ്യരൊക്കെ ഈ പിശാചുബാധരെയൊക്കെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം അവർക്കും രോഗസൗഖ്യം ലഭിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തികളെല്ലാവരും യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയും ഈശോ അവർക്കൊക്കെ സൗഖ്യം നൽകിക്കൊണ്ട് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഈശോയെ കാണാനും ഈശോയെ സ്പർശിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുനാഥൻ അത് നമുക്കും സാധ്യമാക്കി തരും എന്നുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് യേശുനാഥൻ നമുക്ക് ഓരോരുത്തർക്കും ഈ കൂദാശകളൊക്കെ നൽകിയിരിക്കുന്നത്. ഈ സഭയിലെ ഓരോ കൂദാശകളിലൂടെയും യേശുനാഥൻ്റെ സാമീപ്യമാണ്, യേശുനാഥൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്. അപ്പോൾ ഈ കൗദാശിക ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അന്ന് ആ ഗലീലയിൽ ആ കടൽത്തീരത്ത് വെച്ചിട്ട് എപ്രകാരം ഈ മനുഷ്യരൊക്കെ യേശു സമീപസ്ഥനായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും യേശുനാഥൻ സമീപസ്ഥനായിരിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഇന്നത്തെ ഈ വചനഭാഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ കൗദാശിക ജീവിതം എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം നമ്മൾ ഈ കൗദാശിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈശോയെ ഈ കൂദാശകളിലൂടെയൊക്കെ സന്ദർശിക്കാനായിട്ട് നമ്മൾ എപ്രകാരം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഗലീലയിലെ ആ കടൽത്തീരത്തേക്ക് യേശുനാഥനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓടി വന്ന ആ മനുഷ്യരെ പോലെയാണോ നമ്മൾ ഓരോരുത്തരും? ഈശോയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണോ ഓരോ കൂദാശകളിലും പങ്കെടുക്കാനായിട്ട് പോകുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടെ ഈ വചനത്തെ ഒന്ന് ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കുകയും, ഇനി കൗദാശി ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നതും, അതോടൊപ്പം ഓരോ കൂദാശയിലും യേശുനാഥൻ എഴുന്നള്ളി വരുമ്പോൾ അത് യേശുനാഥനാണെന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോടുകൂടെ നമ്മുടെ രോഗങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ വേദനകളുമൊക്കെ ആ യേശുനാഥൻ്റെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയും ഈശോയെ സ്പർശിക്കാനുള്ളൊരു ആഗ്രഹത്തോടു കൂടെ ഓരോ കൂദാശകളും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് യേശുനാഥനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വചനം വായിക്കുന്ന അവസരത്തിൽ
നമ്മുടെ ഹൃദയത്തിൽ യേശുനാഥൻ കടന്നു വരട്ടെ. യേശുനാഥൻ എപ്രകാരം അന്ന് ഗലീലയിലെ മനുഷ്യർക്ക് സമീപസ്ഥനായിരുന്നു, അതുപോലെ ഇന്നും നമുക്കും സമീപസ്ഥനാണ്. അവിടുത്തെ സ്പർശിക്കാനും അവിടുത്തെ കാണാനുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. യേശുനാഥൻ അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.